അസ്സലാമു അലൈക്കും. നാളെ ബറാത്ത് രാവാണ്. ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച്, ചൊല്ലേണ്ട കാര്യങ്ങളെക്കുറിച്ച്, അശുദ്ധിയുള്ളവർ ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം ചുരുക്കി പറയുന്നു. ആരും ഈ വീഡിയോ കാണാതെ പോകരുത്. ഷഅബാൻ 15 രാവ് വരുന്നത് കേരളത്തിൽ വെള്ളിയാഴ്ച രാത്രി നോമ്പ് ശനിയാണ്. വിദേശത്തെ വ്യാഴം രാത്രി നോമ്പ് വെള്ളിയാണ് ഉള്ളത്. അപ്പോൾ അത് പ്രത്യേകം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇമാം ഷാഫി റളിയല്ലാഹു പറയുന്നു, 5 രാത്രികളിൽ ദുആ ചെയ്താൽ ഉത്തരം ലഭിക്കും. അതിലൊരു രാത്രിയാണ് ഷഅബാൻ 15 രാവ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ദുആകൾ ചെയ്യുക. ഷഅബാൻ 15 രാവ് ബറാത്ത് രാവ് എന്നറിയപ്പെടുന്ന ആ രാവ് വെള്ളിയാഴ്ച രാത്രിയും നോമ്പ് ശനിയാഴ്ചയുമാണ് എന്നെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. എല്ലാവരും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. വെള്ളിയാഴ്ച രാവ് ഒരാഴ്ചയിലെ ദോഷങ്ങളെ മായ്ച്ചു കളയാൻ കാരണമാകുന്നത് പോലെ ബറാത്ത് രാവ് ഒരു വർഷത്തെ ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുന്നു. അപ്പോൾ ബറാത്തിൻ്റെ ഈ രാവിലെ നമ്മളുടെ എത്ര വലിയ ദോഷങ്ങളും അത് പൊറുക്കപ്പെടും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ അനുഗ്രഹീത രാവാണ് ബറാത്ത് രാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രാവിൻ്റെ പ്രത്യേകത എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വർഷം ജനിക്കുന്നവരുടെയും മരിക്കുന്നവരുടെയും കണക്കെടുപ്പ് നടത്തുന്നതും മനുഷ്യരുടെ അമലുകൾ ഉയർത്തുന്നതും അവർക്കുള്ള ഭക്ഷണം ഇറക്കുന്നതും ഈ രാത്രിയിലാണ്. അള്ളാഹുവിൻ്റെ വിധിയെ തീരുമാനിക്കുന്നതും ഈ രാത്രിയിലാണ്. അതുകൊണ്ട് ബറാത്ത് രാവിൽ 3 യാസീൻ ഓതി ദുആ ചെയ്യുക. മുൻഗാമികൾ ചെയ്തു വന്ന ഒരു പതിവാണിത്. ഓരോ യാസീൻ ഓതുമ്പോൾ അതിനു മുമ്പ് നീയത്ത് മനസ്സിൽ കരുതി വേണം ചെയ്യാൻ. നമ്മൾ ഓരോ യാസീൻ ഓതുമ്പോൾ മനസ്സിൽ എന്താണോ ഉള്ളത് ആ നീയത്ത് ചെയ്യുക. ആദ്യത്തെ യാസീന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ആയുസ്സിൽ ബർക്കത്ത് ലഭിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. രണ്ടാമത്തേത് യാസീൻ ഓതുന്നത് ഭക്ഷണത്തിൽ വിശാലത കിട്ടാൻ. മൂന്നാമത്തെ യാസീൻ അന്ത്യം, അതായത് മരണം നന്നാകാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ 3 യാസീനാണ് നമ്മൾ ഓതേണ്ടത്. വെള്ളി രാത്രി മഗ്‌രിബ് നിസ്കാര ശേഷം 3 യാസീൻ മേൽ പറഞ്ഞതുപോലെ നിയത്ത് വെച്ച് ഓതുക. അപ്പോൾ ചില ആളുകൾ അങ്ങനെ ചെയ്തു പോരുന്നു. ഓതാൻ പറ്റാത്ത സ്ത്രീകൾ എന്താണ് ചെയ്യേണ്ടത്? ഖുർആൻ അല്ലാത്ത ദിക്റുകൾ, സ്വലാത്തുകൾ, തസ്ബീഹുകൾ എല്ലാം പതിവാക്കുക. അവർ അത് ചെയ്യുക. അപ്പോൾ ആ കാര്യത്തിൽ ഒരു വിഷമിക്കണ്ട. അപ്പോൾ സ്ത്രീകൾ ചൊല്ലേണ്ടത് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസൂൻ. ഇങ്ങനെ ചൊല്ലാൻ പറ്റാത്തവർ ഷഅബാൻ പകുതിയുടെ രാത്രി അള്ളാഹുവിൻ്റെ റഹ്മത്ത് 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. ദുആക്ക് ഉത്തരം കിട്ടും, ആഗ്രഹങ്ങൾ നിറവേറപ്പെടും, ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും. ഇതാണ് ബറാത്തിലുള്ള പ്രത്യേകതകളെ പതിയെ കൊണ്ട് എല്ലാവരും ഇൻഷാ അല്ലാഹ് ഇത് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവരും പരസ്പരം ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെ കാര്യങ്ങളും റാഹത്താകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും.